വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അധ്യായം 7, 21, 24 മുതൽ 27 വരെയുമുള്ള തിരുവചനങ്ങൾ. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. വചന വിചിന്തനം. അവൻ അധികാരമുള്ളവനെപ്പോലെയാണ് പഠിപ്പിച്ചത്. കാരണം അവൻ അധികാരത്തിനും മുകളിലായിരുന്നു. ശരിയെ ശരിയെന്ന് അംഗീകരിക്കുമ്പോഴും തെറ്റിനെ തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാം ശരിക്കും ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുന്നത്. മനുഷ്യജീവിതത്തെ വിവേകത്തിലേക്ക് ക്ഷണിക്കുകയാണ് ക്രിസ്തു. ഒരിക്കലും നമ്മുടെ ജീവിതങ്ങൾ പ്രഹസനങ്ങളാക്കി തീർക്കാതിരിക്കുക. ആരെയും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ല, പിന്നെയോ നമ്മുടെ ആത്മാവിനെ നേടാനാണ് നാം പരിശ്രമിക്കേണ്ടത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്തവരുടെ ഭവനമാണ് മണൽപ്പുറത്ത് പണിതത്. പ്രഘോഷിപ്പിക്കുന്നവ പ്രാവർത്തികമാക്കുമ്പോഴാണ് ശരിക്കും നാം പാറപ്പുറത്ത് പണിത ഭവനത്തിന് തുല്യമാകുന്നത്. അടിസ്ഥാനം മറന്നുകൊണ്ടുള്ളതൊക്കെ പാഴായി തന്നെ പോകും. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. കാറ്റായും മഴയായും പ്രലോഭനങ്ങൾ ശക്തിയോടെ നമ്മെ ആക്രമിക്കുമ്പോഴും അടിസ്ഥാനത്തിന് ഉറപ്പുണ്ടെങ്കിൽ നാം അതൊക്കെ അതിജീവിക്കും. കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, പിന്നെയോ അവിടുത്തെ ഹിതം നിറവേറ്റുന്നതിലാണ് നമ്മുടെ പ്രയത്നം. മണൽപ്പുറത്തോ അതോ പാറപ്പുറത്തോ തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. കർത്താവിൻ്റെ ഹിതത്തിന് നമ്മെ വിട്ടുകൊടുക്കാം, ബാക്കിയൊക്കെ അവിടുന്ന് നോക്കിക്കൊള്ളും.